ഇരുന്നോളൂ. എവിടേക്കൊക്കെയാ പോണോ? ഇത് യൂട്യൂബിൽ പോവും. യൂട്യൂബിലേക്ക് പോവും. എവിടേക്ക്? യൂട്യൂബിലേക്ക് പോവും. യൂട്യൂബിലേക്ക്? അതെ. കുട്ടൂരെടുക്കട്ടെ കേട്ടോ. ഇവിടെ തരും. മുത്തശ്ശി സുഖാണോ? സുഖാണ്. അപ്പൊ നമുക്ക് ഇനിയൊരു കഥ പറഞ്ഞാലോ? കഥ നമുക്ക് പണ്ട് ചെറുപ്പത്തില് അച്ഛൻ മീനിനെ പിടിക്കില്ലേ കുളത്തുനിന്ന്, ആ കഥ പറഞ്ഞാലോ? അന്ന് എല്ലാരോടും പറഞ്ഞോളൂ ആ കഥ പറഞ്ഞുതരാന്ന്. അതെ, വലിയൊരു കുളമാണ്. വലിയ കുളമാണ്. അത് ഞങ്ങളുടെ കുളിക്കണ അച്ഛമ്മേന്റെ മുഖം കാണാലോ. ഒരു സെക്കൻഡ്, കുറച്ച് ഇവിടുന്ന് വെച്ചോട്ടെ കേട്ടോ. ഞങ്ങളുടെ കുളിക്കിനെ ആ ഭാഗത്തുനിന്ന് അവിടുന്ന് ഞാനും അമ്മയും കൂടി കൂളിയിടും അടിയിലേക്ക്. എന്നിട്ട് ആ അറ്റത്ത് പോയി പൊന്തും. എന്താ അമ്മ നീന്താന്നറിയോ? അപ്പൊ വലിയ കുളാണ്. വലിയ കുളാണ്. അങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ തെക്ക് വടക്കായി കൊണ്ട അങ്ങനെ ആ ഭാഗത്ത് വലിയ മതിലാണ്. ആ മതിലിന്റെ വലിയൊരു പാറയുണ്ട്. വലിയ പാറയാ. ആ പാറ ഒരു പൊത്താ. അതിന് ചോട്ടില് പൊത്താ. അച്ഛനെങ്ങനെ ചെയ്യുന്നറിയോ? പുറത്തേക്ക് റാണിയുണ്ട്. ഒരു ഇത്ര വീതിയില് തോട് പോലെ പുറത്തേക്ക് വെള്ളം പോവാനുള്ള പാടത്തേക്ക് വെക്കല്ലേ. അപ്പൊ അച്ഛൻ വല പെയ്യും. പണിയൊക്കെ കഴിഞ്ഞ് വന്നാല്, പണിക്ക് രാവിലെ പോവും. കഴിഞ്ഞ് വന്നാല് അപ്പൊ അമ്മയോട് ചോദിച്ചിട്ടുണ്ടെന്ന് എന്താ കൂട്ടാൻ വെക്കുക? ഒന്നും കിട്ടിയിട്ടില്ല. കൂട്ടാൻ വെക്കാൻ എന്താ ചെയ്യാക്ക അറിയില്ല. ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ അച്ഛൻ വല എടുക്കും. വല ഉണ്ട് അവിടെ. അച്ഛൻ തന്നെ കെട്ടിയിട്ടാക്കണതാ വല. ഈ വലയാ. അത് എന്തുകൊണ്ട്? നൂല്, സാധാരണ നൂലോ? സാധാരണ നൂല് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? വലിയ ഉണ്ടേ. ആ ഉണ്ട പിന്നെ തലേന്നത്തെ കഞ്ഞി വെള്ളത്തില് ഇട്ടേക്ക. ആ ഉണ്ട പെറ്റേന്നാണ്. അത് എങ്ങനെയാണെന്നറിയോ? അത് ഇത്ര കോണായിട്ട് ഉണ്ടാക്കും. അച്ഛണ്ടാക്കും മുളേന്റെ ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ ആയിട്ട് അതിലിങ്ങനെ ചുറ്റ് ഞാനും കൂടും. ഞാനും ചുറ്റി കൊടുക്കും. അങ്ങനെ എന്നിട്ട് പിന്നെ അച്ഛൻ തന്നെ നൂല് കെട്ടി അച്ഛൻ തന്നെ വല കെട്ടി ഉണ്ടാക്കും. അങ്ങനെ കെട്ടും. ഒരു മാസം കൊണ്ട് വലിയ വലയാവും. നല്ല ആ നൂല് പിരിച്ചുണ്ടാക്കണതാ. നൂല് വാങ്ങിയിട്ട് അത് പിന്നെ പിരിച്ചിട്ട് അതെങ്ങനെയാണെന്നറിയോ? ഇതിന്റെ വണ്ണം ഉണ്ടാവും. അതിന്റെ ആ ഇള് പോലെയതാ അത്ര വണ്ണമാവും. അതുകൊണ്ടാണ് കെട്ട്. അച്ഛൻ തന്നെ വല കെട്ടും. ആ വലേന്റെ അടിയിൽ ഇത്ര നീളത്തിൽ പോണേ ഈ മണി അത് അതിന്റെ ഉള്ളിൽ ഓട്ടേ. എന്നിട്ട് ഈ നൂല് അതിന്റെ ഉള്ളിൽ കൂടി ഓട്ടിയിട്ട് ഇതിനോട് കൂട്ടിക്കെട്ടും. അപ്പൊ നല്ല കനായില്ലേ. അപ്പൊ വല വീതാല് വല ഇങ്ങനെ വല ആഞ്ഞു പിടിക്കും. വല ആഞ്ഞു പിടിച്ചിട്ട് അതിന്റെ ഒരു തല എങ്ങനെ ചെയ്യുന്നറിയാം? അതിന്റെ ഒരു തല ഇവിടെ ഇങ്ങോട്ടിടും. ഇങ്ങോട്ടിടും. ഇങ്ങോട്ടിട്ടിട്ട് ഇങ്ങനെ പിടിക്കും ഒറ്റ കൈ കൊണ്ട്. എന്നിട്ട് ഇത് ഉള്ളിൽ കൂടി കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കും. അങ്ങനെ ആക്കുമ്പോ നല്ല തോനെയായില്ലേ? ആഞ്ഞാഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് മീനെ എവിടുന്നാ പൊളയണോ നോക്കും. ആ പൊളയ അങ്ങോട്ട് വീടും. ഇങ്ങനെ വീതാ ഇങ്ങനെ വട്ടത്തിൽ പോയില്ലേ? അവിടെ വീട്ട് എന്നിട്ട് പിന്നെ ചളിയിൽ പൂണ്ടില്ലേ? എന്നിട്ട് പിന്നെ ആ ചുറ്റും പോറും. അച്ഛൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ അമർത്തിക്കും ചളിയിൽ. എന്നതിന് ശേഷം അച്ഛൻ വലയിൽ ഉള്ളിൽ കിടക്കുള്ളൂ. ഉള്ളിലേക്ക് കിടക്കുള്ളൂ. അത് വരെ കിടക്കില്ല. അപ്പൊണ്ടാ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അയ്യോ മുത്തശ്ശീന്റെ മടിയിലിരുന്നോളൂ. ഈ പൊട്ടിനട്ടോ വിശക്കുണ്ടാവും. വളർന്നുണ്ടെങ്കിലും കൊണ്ടുപോയി മക്കളെ വിശക്കുണ്ടാവും. എനിക്ക് വിശക്കുണ്ട്. ഞാൻ പിന്നെ കരയില്ല. ഇപ്പഴല്ലേ നിറയെ പാല് കൊടുത്തത്. ഇനി കൊടുത്ത ഛർദിക്കും. ഇനി പാല് കൊടുത്ത ഛർദിക്കും. ചായ കൊടുക്കണ്ട. ബിസ്ക്കറ്റ് വേണോ മുത്തശ്ശി? അത് തിന്നാ വൈകുന്നേരം അവിടേക്ക് വരും. വായ്പൂർണ്ണം
ആ എന്താ അല്ലേ മുത്തശ്ശിയെ ബാക്കി പറയണ്ടേ? ബാക്കി വല ഇങ്ങനെ വട്ടത്തില് വീശി. വട്ടത്തിലാണ്ട് വല വീഴും. വല വീതിട്ട് ആ വട്ടം, ആ വലേന്റെ വട്ടം വരെ വട്ടം എങ്ങനെ ഉണ്ട് വെച്ചാൽ അതൊക്കെ കുളത്തിലായി. ആദ്യം ചണ്ടി ഉണ്ടാവും കുളത്തില്. ആ ചണ്ടിയൊക്കെ നീക്കും, ഒക്കെ വലിച്ച് പുറത്തേക്കാക്കും. ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് അതിലേക്ക് തന്നെ പറിച്ചിടും. അതെന്താ അങ്ങനെ? ആ കള്ളന്മാര് വരും വല വീഴാൻ. പിന്നെ അത് ആ വിട്ടതിന്റെ ശേഷം ഈ എകറുണ്ടാവും. എകറ് ഇല്ലി അത് ചെറിയ കെട്ടാക്കി വെക്കണതാ. അത് നല്ല കെട്ടാക്കി വെക്കുന്നുണ്ട്. സന്ധ്യ വിളക്ക് കത്തിച്ച് ഒരു മഴുപ്പായാല് ആ കെട്ടമൊക്കെ ഇവരെവിടെ ഇറങ്ങണു, ഇവരെവിടെ വല വീണെന്ന് അറിയാം. എന്നിട്ട് അവിടൊക്കെ എടുത്തിടും ആ കെട്ട്. അപ്പൊ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയില്ലേ, അതിന്റെ മേതൊരു കല്ലിടും താടാന്, കള്ളന്മാരെടുക്കാതിരിക്കാൻ. അങ്ങനെയാണ് കള്ളന്മാരെ പിടിച്ചത്. അമ്മോ, വലിയൊരു വലയും കൊണ്ടല്ലേ വന്നത്. വണ്ടിയില വെക്കത്തിയില്ലല്ലോ, നോക്കുന്നു ഇങ്ങനെ ജനലിന്റെ ഉള്ളിൽ കൂടി. രാത്രി വരുള്ളൂ ഞങ്ങളെ കിടക്കല്ലേ. അപ്പൊ അച്ഛൻ പുറത്തേക്ക് പിശാങ്കത്തി ഉണ്ട്, വലിയൊരു പിശാങ്കത്തിയൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടേ ഇറങ്ങുള്ളൂ. അവൾ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞാൻ കഴിയുമ്പോ തൂങ്ങും, പോകാൻ മടിച്ചില്ല. വേറെ മറ്റോ താഴെയുള്ള ചെറുതല്ലേ. അങ്ങനെ ഒരു അപ്പൊ വണ്ടിയില ഒരു വല വീയട്ടെ. വല വീതു, വല വീത. അമ്മ ഓല ഇറങ്ങണത് ഇങ്ങോട്ടിരിക്ക. വല കുടുങ്ങി. വല എങ്ങനെ കിട്ടണേ? ഒഴിച്ചു വല എടുക്കാണ്ട് പോയി. അതെന്ത് ചെയ്തു? പിറ്റേന്ന് ആ ഏറ് എടുത്തു അങ്ങനെ കരക്കിലേക്ക് ഇട്ട് അതൊക്കെ വേറെ 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 കേട് തരാണ്ട് എടുത്തു. വല എടുത്ത് കൊടുത്തല. അച്ഛനോട് ചോദിക്കാൻ വന്നതും ഇല്ല. ആർക്കും മനസ്സിലായി അല്ലേ പിടിച്ചതാന്ന്. അല്ല മറ്റേത് പറഞ്ഞില്ല, അമ്മ അച്ഛനോട് പറഞ്ഞു ഇന്ന് കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കൂട്ടാൻ വെക്കാനൊന്നുമില്ല എന്നറിഞ്ഞു. എന്താ? അപ്പൊ അച്ഛൻ പാലെടുത്ത് ഇറങ്ങി. ചക്കരക്കിഴങ്ങ് വേണോ? പൊടി വെക്കേ ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ കൊടുക്കാം. തോല് പൊളിച്ചരാ. പകുതി മതി മോളെ. കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്നിട്ടോ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അക്കര പണിയായിരുന്നു പണി, റേഷൻ പടിയില്. അപ്പൊ നോക്കട്ടെ കിട്ടുമെന്ന്. അപ്പൊ അവിടെ ഒരു ഈന്തുണ്ട് ഞങ്ങളവിടെ ഇറങ്ങണടുത്ത് തന്നെ. ആ ഈന്തന്റെ ചൂട്ടിൽ ഈന്ത് ചില ഈ കണ്ടില്ല പോകുന്ന കായുള്ള ഈന്ത്. ഈത്തപ്പഴല്ല, ഈന്ത്. അത് മുറിച്ച് ഇവിടെ ഉണക്കും. ഇവിടെ ഈ തിന്നണ സാധനാണത്. ഇടിച്ച് പൊറിച്ച്. അതെന്ത് സാധനം അത്? അതൊന്നും ഈ അറിയില്ല. അപ്പൊ ആര്? ആ മറ്റേ പച്ച മഞ്ഞ കളറുള്ളതാണോ? പഴുക്കാത്ത മറ്റേ കാരക്ക പോലത്തെ അതാണോ? ഓറഞ്ച് കളറിലെ? ആ എനിക്കറിയാം. എന്നിട്ട് അങ്ങനെ അത്ര അതിന്റെ ചോട്ടിൽ ഒരു വല വീയും. അതിന്റെ ചോട്ടിൽ ഇത് വന്ന് ഇങ്ങനെയൊക്കെ തണലല്ലേ, തണുപ്പില് വന്ന് കിടക്ക. അവിടെ വല വീതാല് ഒരുപാട് വേണ്ട. ഞങ്ങള് 2-3-4 ഉള്ളൂ. എന്നിട്ട് അമ്മ പറയും ഒരു പാടൊന്നും പിടിച്ചിട്ടുണ്ടാക്കി വയ്യ. അമ്മ ഇവിടെ പിടിച്ചോളൂ, ഇവിടെ തോലുണ്ട്. പകുതി മതി അവിടെ, പകുതി മതി, പകുതി മതി, കുറച്ച് മതി. ഏകദേശം ഇത് മതി, ഇത് മതി. ഞാൻ തിന്നട്ടെ. മധുരക്കിഴങ്ങാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ അമ്മ എന്ത് ചെയ്തു? അച്ഛൻ വല വീത് പിടിച്ചു. അപ്പൊ അമ്മ പറഞ്ഞൊരു പാടൊന്നും പിടിക്കണ്ട, പാടൊന്നും വേണ്ട, നമ്മള് 2-3-4 ആളല്ലേ, കുറച്ച് മതി. 2-3 പിടിച്ചിട്ടു. ആരല്ലേ അമ്മ അങ്ങനെ അച്ഛൻ തന്നെ ഒക്കെ ശരിയാക്കും. കുളത്തിന്റെ പക്കത്ത് കല്ലുണ്ട്, നല്ല കല്ല്. അത് വെച്ച് അതിലൊട്ട് ഉരച്ച് അതിന്റെ ഇത്തപ്പ അതിന്റെ തൊലിന്റെ വലിപ്പം അറിയണം. അങ്ങനെ ചിറകൊക്കെ മുറിച്ച് തോലൊക്കെ പോക്കി അച്ഛൻ തന്നെ തലയൊന്നും എടുക്കില്ല. അത് തലയിൽ കൂട്ടാൻ തന്നെ ഉണ്ടാവും, കാമ്പുള്ളതല്ലേ, തല എടുക്കില്ല. എത്ര നീളുണ്ടാവും മീൻ? എത്ര വലിപ്പുണ്ടാവും? വെറുതെ ഇങ്ങനെ പറഞ്ഞോളി. കണ്ട ഈ അങ്ങോട്ടൊക്കെ കേട്ട ഞാൻ പറയട്ടെ. അതിലൊക്കെ കുളിച്ച അച്ഛമ്മയാ കുത്തിരിക്കുന്നത് അറിയാ.
ഒരു മൊയ്യുണ്ട വലിപ്പത്ര അറിയോ? മൊയ്യു രണ്ട് രണ്ടാ. കടു മൊയ്യു സത്യം പറയട്ടെ, ഞാൻ വരാലിനെ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്തിനെ? വരാലിനെ കണ്ടിട്ടേ ഇല്ല. മീനൊന്നും കണ്ടിട്ടില്ല? വരാലിനെ കണ്ടിട്ടില്ല. വരാലും ആഫ്രിക്കൻ മൊയ്യോ ഒന്നാണോ? വരാല്, മൊയ്യു, കടു അത് മൂന്നും ഒന്നാണോ? അല്ല, മൂന്ന് ഇതാ. വരാലിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതാ. അപ്പൊ അമ്മ പറയും അതൊന്നും വേണ്ട, ഇത് മാത്രം മതി. അച്ഛൻ പിടിക്കൂ. അപ്പൊ അച്ഛൻ പറയും അറ്റേക്ക് കുറച്ചിന്റെ പത്തിന് കരികല്ലുണ്ട്, അതുമ്മലിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് ഒരച്ചാ തോലാണ്ട് പോവില്ലേ? പാവല്ലേ മീൻ. അപ്പൊ നമ്മളിപ്പോ വാങ്ങണുണ്ടല്ലോ, അതും പാവല്ലേ? എന്നാലും നമ്മള് കൊല്ലണ്ടല്ലോ. നമ്മള് കൊല്ലണ്ട, കൊന്നാ പാവം തിന്നാ തീരും. അതൊക്കെ ഉഡായിപ്പ് പുറത്താനാണ്. എന്നിട്ട് അതൊക്കെ തിന്നാൻ വേണ്ടിട്ട് ഓരോന്ന് പറയുന്ന. എവിടെ ഞങ്ങള് പ്യോർ നോൺ വെജ് ആണ് കേട്ടോ. അങ്ങനെ അപ്പൊ അമ്മ അതങ്ങനെ അച്ഛൻ പണിക്ക് പോവും. റേഷൻ പടിയില് അച്ഛനെ പടിയാണ് അന്ന് റേഷൻ പടിയ. അവിടെ കണക്കെഴുതാൻ പോണത്. അച്ഛനൊരു 5 മണി 5:30 ആവും വരാൻ. അവിടുന്ന് നടക്കല്ലേ, നേരത്തെ മാരിയല്ലല്ലോ. അപ്പൊ അവിടെ ഈ ആണിയിൽ വെള്ളം ഇങ്ങനെ കുളത്തുനിന്ന് വെള്ളം ഇങ്ങനെ പോവും കുറേശ്ശെ. ആണിയോ? ചാല്. അതിന് ആണിന്നാ ഞങ്ങള് പറയാ. ഞങ്ങള് മറ്റേ ചുമരിലടിക്കണ ആണിന്ന് പറയാ. അതല്ല, ഇത് അങ്ങനെ കുറേശ്ശെ വെള്ളം ഉണ്ടാവും. ഒരു ഇത്രയ്ക്ക് വെള്ളം ഉണ്ടാവും. നോട്ടെ, പാല് വന്നു. പാൽക്കാർ അവിടെ ഒന്നുകൂടെ പാട്ട് വെക്കാൻ പറയട്ടെ കേട്ടോ. ഉണ്ട്. വയസ്സായപ്പോ തൊക്കെയാണ് മോനെ പണി. ഇതിനെ പറ്റി എന്താ പറഞ്ഞേ? അങ്ങനെ കഥ വന്നേക്കാം. അപ്പൊ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞു. 6 മണിയാവും അവിടെ എത്തുമ്പോഴേക്ക്. നടക്കല്ലേ. അപ്പം ഇന്നെന്താ കൂട്ടാൻ വയ്ക്കണോ എന്ന് വെച്ചു അച്ഛൻ. അപ്പൊ അതൊക്കെ വെച്ച് ഓർമ്മണ്ടേ? അന്ന് അത്രേ ഉള്ളൂ. താഴെയുള്ള മുട്ടൂത്തി നടക്കുള്ളൂ രാജീന്റെ അച്ഛൻ. അപ്പൊ അമ്മ പറഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ എന്താ ചെയ്യാ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അച്ഛൻ വലയെടുക്കും. അച്ഛൻ തന്നെ ഉണ്ടാക്കി വെച്ചാൽ വലയാണ്. പറഞ്ഞ കഥ വീണ്ടും റിപ്പീറ്റ് ആണ്. വലിയ വലയാണ്. പക്ഷെ ഞാൻ തടയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ അച്ഛൻ ആ വലയെടുത്ത് ഇവിടെ തന്നെ ശരിയാക്കും. ഒക്കെ കുടഞ്ഞ് നന്നാക്കി ആഞ്ഞ പിടിക്കും. നോക്ക്, ആഞ്ഞ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാകെടുത്തിട്ട് ഇവിടെ ഇടും, പുറത്തിടും. ഇങ്ങനെ പിടിക്കും. ആയിക്കോട്ടെ, ഇത് പറഞ്ഞത് ഞാൻ പറയില്ല. ആയിക്കോട്ടെ. എന്നിട്ട് ബാക്കി എന്താ? അങ്ങനെ പിടിക്കും. എന്നിട്ട് ബാക്കി അത്ര ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഞെറിഞ്ഞിട്ടില്ല, ഞെറിഞ്ഞ മാതിരി ഇത്ര കൊണ്ടുപോകും കയ്യിൽ. ഇങ്ങനെ അച്ഛൻ തന്നെ ഇങ്ങനെ കൊണ്ടുപോകും. വക്കത്തെ അച്ഛൻ നോക്കും എവിടെയാ പൊളീനെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കും. ഞാൻ ചെറുതല്ലേ, ഞാൻ പിന്നാലെ ഇങ്ങനെ ഇറങ്ങും. പിന്നെ പറയും ഇത് അവിടെ ഇരുന്നാ മതി, ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ അവിടെ അച്ഛനറിയാം എന്നെ നിൽക്കലാണെന്നുള്ളത്. അപ്പോൾ ഒറ്റ വീയല ഇങ്ങനെ ഇങ്ങോട്ട് വീഴും. ഇങ്ങനെ നരന്നിങ്ങോട്ട് വീഴും. നരന്നോ? നരന്ന് വീഴും. അങ്ങനെ വെള്ളത്തിലമർന്നതിന് ശേഷം അച്ഛനിറങ്ങും. അച്ഛനിറങ്ങിയിട്ട് കൊണ്ട് ദോശന്റെ കയറിപ്പോയി. അയ്യോ. അപ്പൊ എന്നിട്ട് അച്ഛൻ വേറെ ഉണ്ടായിരുന്നില്ലേ? വേറെ ഉണ്ട്, മറന്നുപോയി. അങ്ങനെ അച്ഛനിറങ്ങും. ഇറങ്ങിയിട്ട് അതിന്റെ പാലിന്റെ എത്ര നാളുണ്ടാവും വലന്റെ അടിയത്തെ ഇങ്ങനെ പോത്ത് കെട്ടുന്നതല്ലേ, അതെടുത്തിട്ട് ചളിയിൽ പൊതിച്ച് ഇങ്ങനെ ചുറ്റുപോറും അച്ഛൻ തന്നെ നടക്കും. അത് ചളിയിൽ പൊതിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളില് മീനുണ്ട്. ഇതിന്റെ ഉള്ളില് അത് പുറത്തേക്ക് പോണേനാണ് ഇത് അമർത്തിക്കുന്നത്. എന്നാ പിന്നെ പോവില്ലല്ലോ. അത് അമർത്തി വെച്ചതിന് ശേഷം അച്ഛൻ വലയുടെ ഉള്ളിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ നോക്കുമ്പോ അമ്മ അപ്പൊ തെരഞ്ഞ അച്ഛനായിട്ട് കടന്നോടൊപ്പം തെരഞ്ഞ ഓരോന്ന് പിടിച്ചു. ഇങ്ങനെ ഇടല്ലേ
അയ്യോ അപ്പോഴത്തെ അമ്മ പറഞ്ഞു വരും, പാട് പിടിച്ചല്ലേ, പിടിക്കണ്ട, പാടൊന്നും വേണ്ട, പാടൊന്നും വേണ്ട. അമ്മനെ അച്ഛൻ തന്നെ ശരിയാക്കി കൊടുക്കും. കൈയല്ല പാട് വേണ്ട, തിന്നാൻ ആള് വേണ്ടേ, ഞങ്ങൾ 2-3 അച്ഛമ്മക്ക് എത്ര വയസ്സായിരുന്നു? ഒക്കെ ഒന്ന് 7-8 വയസ്സായുള്ളൂ അന്ന്. ഞാനങ്ങനെ കുത്തിരിക്കും. അച്ഛൻ പിടിച്ചിടുന്നതൊക്കെ എടുത്ത് വെക്കാനായിട്ട് കുത്തിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ താഴെയല്ലേ രാജീന്റെ അച്ഛനൊക്കെ. അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് മാത്രമുള്ള പിടിച്ചാലും ബാക്കി ഉണ്ടാവും, അതിലുണ്ടാവും. അത് അമ്മ ചുറ്റും കൊടുക്കും. ഇല്ലാത്ത കിട്ടാത്തോലല്ലേ, അമ്പക്ക് ഇത് വേണ്ട വെച്ചിട്ട് അമ്മ കൊടുക്കും. ഞാൻ പറഞ്ഞ് കൊടുത്താളി അമ്മേ, എമ്പക്ക് വേണ്ട, അത് കൊടുക്കും. കൂട്ടാൻ വെക്കില്ല, കൂട്ടാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അത് വെക്കും. ഞാനൊന്നുമില്ല, എനിക്കന്ന് അപ്പ. അതെന്ത് മീൻ ഇഷ്ടല്ലാത്ത? ചെറുപ്പത്തില് അത് അന്നേ ഇല്ലക്ക് അതിനോട് കമ്പല്ല. അപ്പൊ കൂട്ടാൻ വെക്കില്ല എന്നാ പറഞ്ഞത്. കൂട്ടാൻ വെക്കില്ല. അപ്പൊ ഞാനൊക്കെ നന്നാക്കി കൊടുക്കും, ഒക്കെ വൃത്തിയാക്കി കൊടുക്കും. ചെറിയ നന്നാക്കി അതിന് തോലൊക്കെ പൊടി നല്ല എന്ത് നിറം ഇതുമൊക്കെ വെക്കുമ്പോൾ ഉണ്ടാവും, വെള്ള തോന്നും. അങ്ങനെ ഉണക്കി. എനിക്ക് മീൻ നന്നാക്കിയാൽ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ കല്ലുമല്ലേ, കരിങ്കല്ലല്ലേ, നമ്മളിട്ട് ഇങ്ങനെ ഒരച്ചോ. അച്ഛനല്ലേ ഒരച്ച് നന്നാക്കാന്ന് പറഞ്ഞ കരിങ്കല്ല്? അച്ഛനും വരും, അച്ഛനും കൂടും. പിന്നെ അച്ഛനും പടിയില്ലേ, പിന്നെ അച്ഛനത് കഴിഞ്ഞാൽ എഴുത്താണ്ടാവും, എഴുത്തുണ്ടാവും. അതാണ് അതൊക്കെ നേരെ അവർക്ക് സൈഡേ കാണുണ്ടാവുള്ളൂ, നേരെ ഇത്ര. അങ്ങനെ ഉറച്ചൊക്കെ വൃത്തിയാക്കി ഞാൻ കൊത്തുള്ളതിനൊക്കെ ശരിയാക്കും. എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഇങ്ങോട്ട് കയറിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകും. കഴുകിയിട്ട് പിന്നെ ചിറകൊക്കെ അവിടെ തന്നെ ഒഴിവാക്കും, ഒക്കെ നന്നാക്കി വൃത്തിയാക്കും. പിന്നെ ഇങ്ങനെ കഷ്ണം മുക്കിയാലൊക്കെ അങ്ങോട്ട് കയറിയിട്ട് വീട്ടിൽ വന്നിട്ട് അത് എങ്ങനെയാണെന്നറിയോ, ഇത്ര കട്ടി ഉണ്ടാവുള്ളൂ. മുണ്ടൊക്കെ കൂടെ പൊതിച്ച് മുണ്ട് പൊതിക്കോട്ടെ, ഇതിന്റെ കട്ടി ഉണ്ടാവുള്ളൂ. ആ കട്ടിക്ക് അനുസരിച്ച് ഈ കരേന്റെ കട്ടി ഇത്ര കട്ടി ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ പപ്പടം പോലെ പപ്പടത്ര തന്നെയല്ലോ. പപ്പടത്തിന് ഇത്ര കട്ടി ഉണ്ടോ? ഇല്ലല്ലോ. ആ പപ്പടത്തിന്റെ കട്ടിയിൽ മുറിക്കും. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇത്ര പോകുന്ന കട്ടാറുണ്ട്, ഇത്ര പോകുന്ന കട്ടാറ് പുസ്തകം നമുക്ക് എടുക്കില്ല, മീൻ നന്നാക്കാൻ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ അതിന് പതിയൊക്കെ ഉണ്ട്. അതുമൂലി വെച്ച് ആ പാകത്തിന് അച്ഛൻ തന്നെ ഞാൻ കാത്തിരിക്കും, ഇങ്ങനെ മുറിക്കും. അച്ഛൻ പാത്രത്തിലേക്ക് ഇട്ട് വരും. എന്നിട്ട് കഴുകി അപ്പോഴേക്കും അമ്മയുടെ മുളക്, ഉള്ളി, ഉപ്പ്, മഞ്ഞള് ഒക്കെ അരച്ച് ഉണ്ടയാക്കി അവിടെ വയ്ക്കും. അതൊക്കെ കൊണ്ടുവന്നു ഞാൻ അച്ഛനെ മോള് കൂടി ചെയ്തോളി ആയിരിക്കണം. ഓരോന്നെടുത്ത് തരുമ്പോ വൈകിയായി. അതാണ് അങ്ങനെ ഞാനും അച്ഛനും കൂടി അതൊക്കെ പരട്ടി ഇങ്ങനെ ഇങ്ങനെ അല്ല എത്ര വട്ടം ഉണ്ടാവും. അത് നേരെ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ തേച്ച് അട്ടിക്ക് ഇങ്ങനെ വെക്കും. ഇത്ര കട്ടി ഉണ്ടാവും. അങ്ങനെ അവിടെ വെക്കും. ഉപ്പുമുളക് പൊടിച്ചോടെ. പിന്നെയുള്ള പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളുക്കം ചെയ്യും. വെളുക്കം കത്തിക്കല് കഴിഞ്ഞതിന് ശേഷം ഉറപ്പുള്ളൂ. കറി ഉണ്ടാക്കില്ല, വർക്ക് ചെയ്യുള്ളൂ. കറിയില്ല, കറി ഉണ്ടാക്കി ഇഷ്ടമല്ല. കറി ഉണ്ടാക്കുക വറക്കും. കൂട്ടാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അത് വെക്കും. അത്രേ ഉള്ളൂ. ഇത് വറക്കും. ഇന്നലെ പപ്പടം കാച്ചെടുക്കും പോലെ. വെളിച്ചെണ്ണയ്ക്കൊന്നും മോളെ ഒരു വിലയില്ല എന്ന് എന്നോട് പറയാൻ. 5:45, 6:45 കൊണ്ടുപോയാൽ ഇത്ര ബോധർ കുപ്പി നിറച്ചുണ്ടാവും വെളിച്ചെണ്ണ. 5:45 അങ്ങനെയൊക്കെ പറയാ. 5 റുപ്യ 6 റുപ്യ അങ്ങനെയല്ലേ? ഇത് 3/4 കാല് മറ്റേ ആ കുഞ്ഞു പോയി. അന്നേരത്തൊന്നും നിങ്ങൾക്ക് ഇപ്പം പറയാൻ കഴിയില്ല. പക്ഷെ അത് ഒക്കെ അച്ഛമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. പണ്ടത്തെ കൊറേ പൈസകളുടെ കളക്ഷൻ ഉണ്ട്. അച്ഛമ്മയുടെ അബിയുടെ ആണ് കേട്ടോ, എന്റെ ഹസ്ബൻഡിന്റെയും കൂടെയാണ്. നമ്മുടെ കയ്യിലുണ്ടല്ലേ കൊറേ മോളില്ലേ? കണ്ടില്ലേ? അതൊരു ദിവസം കാണിച്ചു കൊടുക്കാം. അന്നത്തെ പൈസയാണ് അത്. അതൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അതിലുണ്ട് 2 അണ. 2 അണ എന്ന് പറഞ്ഞാൽ 2 അക്കം. 1 അണ എന്ന് പറഞ്ഞാൽ 1. അത് കാണിച്ചു തരാന്ന് പറഞ്ഞോളൂ. ഒരു ദിവസം കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് അറിയാം. പിന്നെ 3/4, 1/4 പൈസ, 1/2 പൈസ. അന്നേരത്തൊക്കെ എപ്പോഴും ഇരിക്കാതെ ഞാൻ മറന്നില്ല. അച്ഛമ്മേ മീൻ വറുത്തത് അത് ഒക്കെ ശരിയാക്കി അവിടെ വെക്കും. എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷം നല്ലോണം ഇത്ര വലുപ്പം ഉണ്ടാവും ചീഞ്ചട്ടി. വലിയ ചീഞ്ചട്ടിയാ. അത്രയൊന്നുമില്ല, നീ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ആ പരന്ന ചീഞ്ചട്ടിയാ. അതിൽ നല്ലോണം വെളിച്ചെണ്ണയുണ്ട് ഒഴിക്കും.
വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പാകമായിട്ട് ഇങ്ങനെ മൂത്താല് ഞാനൊന്നെടുത്ത് കണ്ട് എന്ത് ചെയ്യുന്നറിയാം നല്ല ഇലക്ക് വെക്കും. അങ്ങനെ എടുത്തിട്ട് ചെയ്തത് എന്തായാലോ ഇതിങ്ങനെ കൈമലിക്ക് ആവും എന്നുള്ളതൊക്കെ അറിയില്ലായിരുന്നു. അങ്ങനെ വെച്ചതല്ലേ അപ്പൊ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇത് വെച്ചതല്ലേ വെളിച്ചെണ്ണ കിട്ടും മാപ്പിട്ട് കിട്ടും എഴുതി കിട്ടും എന്റെ കൈമലൊക്കെ ആയിപ്പോയി. അയ്യോ മീനും വേണ്ട മേടും വേണ്ട അവിടൊക്കെ വെള്ളമൊക്കെ പാർന്ന് ഇവിടൊക്കെ എത്തിപ്പോയി. അവിടൊക്കെ വലിയ അടയ്ക്ക ചാടിയുണ്ട്, അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം എടുത്തിട്ട് അങ്ങനെ പാർന്നു വെള്ളം ഒരുപോലെ അതിൽ വെച്ചു. കയ്യല്ലേ അതിൽ വെച്ച് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പുകച്ചില് മാറിയത്. പുകച്ചില് മാറി പിറ്റേന്ന് കുറേശ്ശെ അങ്ങനെ ഒരു പൊള്ളക്കല് മാതിരി പിന്നെ അതേമാതിരി തന്നെ പിന്നെ വെച്ചു. അങ്ങനെ പിന്നെ അത് മരം മാതിരിയായി. ദൈവം തോല് പോയില്ല, അല്ലെങ്കിൽ തോല് പോവില്ലേ. അങ്ങനെ കൈമലിക്ക് എടുത്ത് എഴുതി കൂട്ടതാ കയ്യിലേക്കായിട്ട് വെച്ച വഴിക്ക്. അപ്പൊ എത്ര തെയ്യ പൊള്ളിയോ തള്ളയാണ് ഞാന്. ഒരു ദിവസേ ഇത്ര പോന്നേരം കൊടുക്ക കഞ്ഞിക്കുടുക്കായിരിക്കും. അങ്ങനെ കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ചപ്പോ ഞാൻ നമുക്ക് വട്ടത്തില് തെരിയ ഉണ്ടാവില്ലേ, ആ തെരിയെടുത്ത് വെക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് പിന്നെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ മോളെ. ഞാൻ കട്ടത്തിലായിപ്പോയല്ലോ. എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഞാൻ അത് അന്നത്തെ സ്ഥിതി. അതെന്താന്നറിയോ, അത് ഉരുണ്ട ഒരു കൊടുക്കയായിരുന്നു, മണ്ണിന്റെ കൊടുക്കല്ലേ. അപ്പൊ അത് തെരിയ കുറച്ച് ദൂരാണ്, അത് എടുത്ത് ഇങ്ങോട്ട് വെച്ചില്ല, മറന്നുപോയി. ഇത് ഇതിപ്പോ എവിടെ വെക്കാൻ നിച്ചല്ല, കൊടുക്കല്ലേ കഞ്ഞിയുണ്ട്. അടുപ്പത്തേക്കാണ്ട് വെക്കണമെങ്കിൽ ലേശായിട്ട് പോണം. അപ്പൊ ഞാൻ ഇത് ചെയ്തു, മെല്ലെ നിലത്ത് വെക്കാൻ നോക്കിയതാ. ഞാൻ നിലത്തുമല്ലേ, നിലത്ത് വെച്ചപ്പോഴേക്ക് മുത്തശ്ശി ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ അച്ഛമ്മ. ഈ കാല പൊള്ളിയധികം, ഈ കാല് പൊന്തിച്ചോ, ഈ കാല് ഇങ്ങനെ പൊന്തിച്ചു, കാലുമലിക്ക് വെള്ളം കെട്ടണം തേവി, ചൂടുള്ള വെള്ളായി. ഇപ്പോഴും ഞാൻ ആലോചിക്കും, ഞാൻ എവിടെല്ലോ ഇപ്പൊ നോക്ക ഇതിന്റെ കയ്യമ്മലിക്കൊക്കെ നോക്ക്. അതല്ല എനിക്ക് പോയിട്ടാ 1.5 വയസ്സുള്ളപ്പോ തീ പൊള്ളിയതാണ്. ഇതോ അമ്മ ഒന്നും കാണാണ്ട് ഇവിടെ അടയാളം മാർക്ക് ചെയ്തോണ്ട് കേട്ടോ. കണ്ടോ, അത് അവിടുന്ന് അമ്മേന്റെ വീട്ടിൽ നിന്ന് അവിടെ ഇന്നല്ലേ ഞങ്ങള്. പിന്നെ ഇവിടെ താഴെയുള്ളവനും കൂടി ആയപ്പോഴാണ് അതിന്റെ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കൊയ്തിടാനൊക്കെ ഒരു വീടായിരുന്നു, ഇവിടെ കൊയ്ത് ഇവിടെ ഇടും. അങ്ങനെയാണ്. ഒരു കുന്നുമൂന്ന് അങ്ങോട്ട് ആർന്ന പോലെ വേണം അച്ഛൻ്റെ അവിടേക്ക്. ഇത് ഇവിടെ അച്ഛൻ ഉണ്ടാക്കിയൊരു വീടാണ്, കൊയ്തിടാൻ ഉണ്ടാക്കിയത്. അപ്പൊ ആർക്ക് വെക്കണ്ടേ. എനിക്കിപ്പോ സത്യം പറഞ്ഞ കൺഫ്യൂഷനാണ്, ഇത് സ്റ്റോപ്പ് ചെയ്യണോ അത് കണ്ടിന്യൂ ചെയ്യിപ്പിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാണോ ആലോചിക്കും ഞാൻ. ഓ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കേട്ട കഥ പിന്നെ റിപ്പീറ്റ് കൊടുക്കണോ അതോ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. സ്റ്റോപ്പ് ചെയ്ത് ചില ആൾക്കാര് ചീത്ത പറയണം എന്നെ, എന്തിനാ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറഞ്ഞത്. മുത്തശ്ശി മീൻ വറുത്തതല്ല, ഈ കഷ്ണേ കൈകൊണ്ട് എടുക്കുള്ളൂ. കൈകൊണ്ട് എടുത്തിട്ട് മെല്ലെ അതിലേക്ക് വെക്കുക. അപ്പൊ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലേ, വലിയ ചീഞ്ചട്ടിയാണ്, അതില് വെളിച്ചെണ്ണ അന്നൊന്നും വെളിച്ചെണ്ണയ്ക്ക് ഒരു വിലയില്ല മോളെ. അയ്യോ, ഇന്നത്തെ മാതിരി നമ്മള് കൊണ്ടുപോയി ആട്ടിക്കലൊന്നും ഇല്ലല്ലോ, ഇഷ്ടംപോലെ നാളികേരം ഉണ്ട്. അങ്ങനെ ഇത് അതിലേക്ക് ഇങ്ങനെ ഇത് കഷ്ണം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ അതിലേക്ക് അച്ഛ വയ്ക്കാതെ ആ വെളിച്ചെണ്ണ ബ്രൂന്ന് പറഞ്ഞങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയ്യുമ്പിലേക്ക്. അമ്മ പിന്നെ അടച്ചാടി കൊണ്ടുപോയി കൂത്തി കഞ്ഞി. ആ വെള്ളം നല്ല തണുപ്പാണ്. ഇതുവരെ അതിലേക്ക് ആട് പൂത്തി അവിടെ കുത്തർന്നു. അങ്ങനെ മീൻ തിന്നാണോ പൂതി പോയില്ലേ? മീനിന്റെ പൂതി കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മീനൊന്നും കണ്ടമാനം കൂട്ടൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കണതല്ലേ, അങ്ങനെ കൂട്ടൊന്നുമില്ല. അച്ഛനും കുറച്ചേ വേണ്ടു, അമ്മ അതേമാതിരി തന്നെ, അതിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ എത്ര കഷ്ണം വറക്കും? 1 2 3 4 5 കഷ്ണം 6 കഷ്ണം വറക്കുള്ളൂ. അത്ര തോനെ കൂട്ടും. അന്ന് എല്ലാ അനിയന്മാരും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ, പിന്നെയല്ലേ ഓരോക്കെ ഉണ്ടായത്. അത്രയും ചെറുപ്പത്തെ കഥയാണ്. അമ്മ എന്തൊക്കെ ദുരിതം അനുഭവിച്ച അമ്മയാണ് കുത്തിരിക്കേണ്ടത്. ഒന്ന് നോക്കുകയെ. പൊള്ളി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ ചോറിനാൻ വന്നേ പറയൂ? ചോറിനാൻ എപ്പോഴാ വന്നത്? ആര് പൊള്ളിയൊക്കെ ചാടിയിലൊക്കെ കൈയോണ്ട് തിന്നാൻ വയ്യല്ലോ, ഈ കൈയോണ്ട് സ്പൂൺ കൊണ്ട് അമ്മ പൊളിച്ചു തരും, ഇതിൽ വെച്ച് തരും. പിന്നെ
അല്ലെങ്കിൽ അമ്മ വാരി തരും, കുച്ചി തരും. പിന്നെ അത് ചോറും മീൻ വറുത്തതും പിന്നെ എന്തായിരുന്നു കൂട്ടാൻ? കൂട്ടാനോ പിന്നെ ഈ കായൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ. അങ്ങനെ കായ കൊണ്ടൊക്കെ കൂട്ടാനൊക്കെ വെക്കും. അതൊന്നും കൂട്ടൂല, അതൊന്നും ഇഷ്ടമല്ല. ഈ വറുത്തത് കൂട്ടിയിട്ട് അച്ഛമ്മ പറയണെങ്കിൽ കൊതിയാവണു വറുത്ത മീൻ. വലിയ മീൻ കിട്ടണ്ട വറുക്കണേലേ. അത് ഇവള് വലിയ കട്ടിയില്ലാത്ത കഷ്ണല്ലേ, കട്ടി എത്രയോ കട്ടി കുറച്ചിട്ടാ മുറിക്കുക. അച്ഛന്റെ കട്ടാറുണ്ടാവും, അച്ഛൻ തന്നെ മുറിച്ച് തരുന്നതാ. അതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ 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 വെച്ച് കട്ടിയിലുണ്ടാവും. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണതല്ലേ. എന്നിട്ട് അത് ഓരോന്നെടുത്തിട്ട് അത് മഞ്ഞള്, ഉപ്പ്, മുളക് ഒക്കെ കൂടി അരക്കുക. നേരത്തെ വാരി പൊടി വാരിയിടല്ല, അരക്കുക. അരച്ചിട്ട് വെള്ളം കൂടാതെ അരക്കും. കുടഞ്ഞ് 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 അങ്ങനെ അരച്ചിട്ട് നല്ലോണം വൃത്തിയാക്കി ആ കഷ്ണം ഓരോന്നെടുത്തിട്ട് അതിന്റെ മുകളിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് മറിച്ച് വെക്കും. എന്നിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ അങ്ങനെ മുഴുവനും അതേമാതിരി മുളക് തേച്ചിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കും. അപ്പൊ ഈ അട്ടി ഉണ്ടാവും. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരിക്കും. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ. അങ്ങനെ ഉളക്കൊക്കെ കത്തിക്കൽ കഴിഞ്ഞതിന് ശേഷം ചെയ്യുള്ളൂ. അങ്ങനെ അത് എന്നിട്ട് വെളിച്ചെണ്ണ പാർന്ന് ചിലപ്പോ അച്ഛൻ തന്നെ വന്നിരിക്കും അടുപ്പിന്റെ അവിടെ. അച്ഛൻ ചെറിയ അടുക്കളയാണ്, പിന്നെയല്ലേ ഇപ്പൊ വലിയതൊക്കെ ആയത്. അച്ഛൻ തന്നെ പാർക്കും. അച്ഛന് പണി ഇല്ലെങ്കിൽ, പണി ഉണ്ടെങ്കിൽ അച്ഛന് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ ഞാൻ തന്നെ, അമ്മയ്ക്കും പണിയില്ലേ എന്തെങ്കിലുമൊക്കെ. അത് കുളിക്കലൊക്കെ എപ്പോഴാന്ന് അറിയേ, ഓരോരോ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ സന്ധ്യയൊക്കെ ആവും അമ്മ കുളിക്കണമെങ്കിൽ. കുളിക്കാനൊക്കെ കുളത്തിലാ പോവാ? കുളിക്കാനൊക്കെ കുളം തന്നെ. കുളിമുറി ഒന്നുമില്ല? കുളിമുറി കക്കൂസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല? ഇപ്പൊ നമ്മുടെ റൂമിന്റെ ഉള്ളിലുണ്ടല്ലോ കുളിമുറി കക്കൂസും, അങ്ങനെ ഇല്ല? മോളെ കക്കൂസ് പോവാ പറമ്പിലാ, വലിയ പറമ്പല്ലേ. അച്ഛേ എനക്ക് ഏതൊക്കെ കേട്ടാ കുറവ് വരും. അതിന് ആളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനൊക്കെ അതിന് ഓരോ സ്ഥലമുണ്ട്, ഓരോ ഇടവഴി പോലെ. ഓരൊക്കെ അങ്ങനെ പോകുള്ളൂ, തൊടിയിൽ ഒരു കൂടിയാണ് പോവില്ല, കൂട്ടത്തോടെ പോവില്ല. ആന്നില്ല. അപ്പം പറമ്പ് വലിയ പറമ്പാകുമ്പോളേ, വലിയ പറമ്പല്ലേ, അതൊക്കെ പറമ്പ് തന്നെ അതൊക്കെ. പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം, കല്യാണം കഴിച്ചു കൊണ്ടുപോയതിന്റെ ശേഷമാണ് പിന്നെ കുളിമുറിയും ഒക്കെ ആയത്. അവിടെ അതേമാതിരി തന്നെ ആയിരുന്നു. അവിടെ മേലെ കുന്നുമല്ലിയാണ് കയറി പോണം. ഇതിപ്പോ മീൻ കൂട്ടാന്ന് മീൻ വറുത്തന്ന് മീൻ വറുത്തത് പറഞ്ഞിട്ട് ഇപ്പൊ കുളിമുറി കക്കൂസൊക്കെ ആയി. ആ ചോദിച്ചാ അതല്ലേ പറഞ്ഞെടുക്ക. മീൻ വറുത്തു, മീൻ വറുത്ത് മുഴുവൻ ആവണേനമ്മ എന്നാ കയ്യും വറുത്തില്ലേ, കയ്യും വറുത്തു. എനിക്ക് മീനും വേണ്ട, അന്നും വേണ്ട, പിന്നെ കയ്യോണം തിന്നാനും വയ്യ. അയ്യോ ചൂടുമൊക്കെ സഹിക്കില്ല, വെളിച്ചെണ്ണയല്ലേ. പിന്നെ പിറ്റേന്ന് അവിടെ ഞങ്ങളൊരു വൈദ്യുണ്ട്, ഓനെ കൂട്ടി കൊണ്ടുവന്നു. ഇങ്ങനെയാണ് പറ്റിയതാണ് ചെറുട്ടി, നോക്കിയാ ഇനി എന്താ ചെയ്യാ, എനിക്ക് അതിന് ഞാനൊരു മരുന്ന് തരാം, ഞങ്ങൾക്ക് തേപ്പ് മരുന്നാണ്. ഓൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുതന്നു. ഞാൻ കൊണ്ടുതരാം കൊണ്ടുതന്നു. അച്ഛനെടുത്ത് കണ്ട് മെല്ലെ 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 ഒക്കെ ഇതുവരെ അങ്ങോട്ട് പൊതിഞ്ഞു കയ്യ്. ആ മരുന്ന് പച്ചമരുന്നാണ്, അതോടുകൂടി ഉണങ്ങി ചുടുമ്പോക്കി മാറി. ഇപ്പത്തെ പോലെ ഓപ്പറേഷന് വേണ്ട, ഓപ്പറേഷൻ അല്ലാണ്ട് ഒന്നുമില്ല. ഓപ്പറേഷൻ അല്ല മുത്തശ്ശി ചോദിക്കട്ടെ, ഇങ്ങനെ മീൻ വറുത്തത് തിന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരില്ലേ? അന്ന് എവിടെയായിരുന്നു കൊളസ്ട്രോള്? അന്നത്തത് ഓരെവിടെ ഒളിച്ചൊക്കെയായിരുന്നു, ഇപ്പം വന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. പക്ഷെ അതില്ല, കൊളസ്ട്രോൾ ഇല്ല. ഒരു തലമന്നലില്ല. കൊളസ്ട്രോൾ പറയുന്നു, കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോളാ? അതൊന്നുമില്ല അന്ന്. ഇന്നിപ്പോ അതല്ല. അയ്യോ ശ്വാസം അയക്കുമ്പോഴേക്ക് പോയി ആസ്പത്രിയാണ്. അന്ന് ആസ്പത്രി എവിടെയായിരുന്നു? ആസ്പത്രി ഇല്ല. അത് വറുത്ത് എന്റെ കൈ പൊള്ളുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയോളം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിരിക്കണം. മീനും കൂട്ടി ചോറും കൂട്ടി നിലവിളിച്ചും കൊണ്ട് മീനും വറുത്തു, കയ്യും വറുത്തു. പിന്നെ മീനും കൂട്ടി അമ്മ ഇങ്ങനെ വാരി തരും, ഞാനിങ്ങനെ തിന്നും, നിലവിളിച്ചും കൊണ്ട് തിന്നും. ചൂടുമ്പൊക്കെ സഹിക്കില്ല, ചെയ്യണ്ടേ അല്ലേ. ഓ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും, കിടന്നേരത്തിരുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഞാൻ ആ കഴിഞ്ഞ കഥയൊക്കെ അയ്യോ അതൊക്കെ ഇപ്പോഴും പറയാൻ നല്ലോണം അറിയാം, മറന്നു പോവില്ല. അതാണ് ഇപ്പോഴും അറിയാം ഒക്കെ പറയാനേ. ആ കുളമാണ് ഇപ്പൊ ചെറിയതാക്കി
ആൾക്കാരിങ്ങനെ വന്ന് കൂടിയിട്ടേ പിന്നെ അച്ഛൻ തന്നെ എന്തെങ്കിലും അറിയോ മേത്തില് പറമ്പാണ്, വലിയ പറമ്പല്ലേ. അപ്പൊ ഇടവഴി ഞാൻ തീർന്നു വിചാരിച്ചു. ആ കുളത്തിലേക്ക് ഇങ്ങോട്ടുള്ള അവിടെ മേത്തില് ഇങ്ങനെ ഇടവഴി ഉണ്ട്. ആ ഇടവഴി നേട്ട് അച്ഛൻ ഇങ്ങനെ കൈക്കോട്ടുണ്ട്, അച്ഛൻ തന്നെ കൈക്കോട്ടുണ്ട് ഒക്കെ കുളത്തിലേക്ക് വെള്ളം വരാൻ തക്ക പാകത്തിലൊക്കെ ആക്കും. അപ്പൊ അവിടെ മേലെ കണ്ടത്തില് പരമേശ്വരനൊക്കെ നിക്കണേ അതിന്റെ ഇപ്പുറത്തുണ്ടൊരു ഒരു കണ്ടം, കുറച്ച് നല്ല വലിപ്പമുണ്ട്. ആ കണ്ടത്തില് അച്ഛൻ എന്ത് ചെയ്യുന്നറിയോ, നല്ലോണം അതിപ്പോഴും ഉണ്ടൊരു കുണ്ട് അങ്ങനെ, അത് നല്ലോണം കൊത്തി മണ്ണൊക്കെ കൊത്തി ഇടിച്ച് അവിടെ ഇടും. അന്ന് ഇന്നത്തെ മാതിരിയല്ല, അന്നത്തെ മഴ. അയ്യോ എന്ത് മഴയാണ്! ആ മഴ ഇങ്ങോട്ട് പെയ്താൽ മേത്തുനിന്ന് ഇങ്ങോട്ട് പറമ്പൊന്നും വരും വെള്ളം. തെറ്റാപ്പ വരുന്ന വരവ് അവിടെ ഇടവഴിയൊക്കെയാണ്. ആ ഇടവഴി കൂടി വെള്ളം അങ്ങോട്ട് തിരിച്ചിട്ടിങ്ങനെ കുളത്തിലേക്ക്. അപ്പൊ ആ വെള്ളം വരുമ്പോ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് ഇങ്ങോട്ട് ഒലിച്ചു വരും കുളത്തിലേക്ക്. കുളം ചെറുതാക്കാൻ വേണ്ടിട്ട് അച്ഛൻ ചെയ്യണം. ഇങ്ങനെ കള്ളമാര് വന്ന് വയ്യ. അങ്ങനെ ആ കണ്ടത്തിലെ മണ്ണ് മുഴുവൻ ആ കുളത്തിലേക്ക്. ഇപ്പം പരമേശ്വരൻ മാമ നിക്കണേന്റെ ഏരിയത്താണ് ആ കൊണ്ട് തുറന്നിട്ടില്ല എപ്പോഴും. ആ മണ്ണ് മുഴുവൻ ആണ് ആ കുളം. അങ്ങനെയായത്. എന്നിട്ട് പിന്നെ കല്ല് വെട്ടിച്ചിട്ട് ഈ വെള്ളം വേനലല്ലേ, വെള്ളം കുറയും. ആ കുറയുന്ന സമയത്ത് പടുത്ത് ചെറിയതാക്കി. എപ്പോഴും അങ്ങനെ തന്നെ മതിലൊക്കെ കെട്ടി. ആ കുളം ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടീന അങ്ങനെ അതങ്ങനെ ആക്കി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം വെള്ളം നിറഞ്ഞാല് ആണിയെ കൂടി ഇങ്ങനെ പോകും പുറത്തേക്ക്. അവിടെ ആണിയൊക്കെ ചാല് വെച്ച് കൊടുത്തിരിക്കുന്നു വെള്ളം പോവാൻ. ഇതിങ്ങനെ നിറഞ്ഞു നിക്കില്ലേ, അപ്പൊ ചാലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. അല്ല എപ്പോഴും കുളിക്കാൻ പുറത്തേക്ക് പോകണ്ടല്ലോ, ഇപ്പൊ കുളിമുറി തന്നെ വേണം. ഇപ്പൊ കുളിമുറി ഉണ്ടാക്കിക്കുന്നല്ലോ അവിടെ. ഇപ്പൊ ആരെങ്കിലും കുളിമുറി ഇല്ലാണ്ട് കുളിക്കുവോ? അവിടെ പുറത്തുനിന്ന് കുളിച്ചിട്ട് അവിടെ അതിന് കാണാൻ അവിടെ ഒന്നും ആരുമില്ല. ഇത്രയൊക്കെയാണ് അതിന്റെ വിശേഷങ്ങള്. അപ്പം അച്ഛമ്മ അതൊക്കെ പറഞ്ഞു. ഇപ്പോൾ സമർപ്പിക്കുകയാണ്. അച്ഛമ്മനായിട്ട് പോവുകയാണ്. അച്ഛമ്മനായിട്ട് പോവുകയാണ്. വിളക്ക് കത്തിക്കാനാവും. വിളക്ക് കത്തിക്കാൻ സമയമായി. വിളക്ക് കത്തിക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുത്തോളൂ. അടുത്ത കഥയായിട്ട് പിന്നെ വരാം. ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു. അച്ഛമ്മേതൊരു കാര്യം അന്നേരത്തൊക്കെ ഇപ്പോഴും നിച്ചണ്ടേ, ഓർമ്മണ്ടേ? ആയിക്കോട്ടെ, എന്നാ നീറ്റ് പോവല്ലേ? എന്നാ നീറ്റ് പോവാ. നീറ്റ് പോവാ. ഞാൻ പിടിക്കാം, ഒറ്റയ്ക്ക് നീക്കണ്ട, ഞാൻ പിടിക്കാം. അയ്യോ കുറച്ച് പണിയുണ്ട്. പോരും. എന്റെ കുട്ടീനെ പോലെ എടുക്കണേ. കുട്ടീനെ കൊണ്ടു തോളത്ത് കയറിക്കോളൂ, ഒക്കത്ത് കയറിക്കോളൂ. കൊണ്ടുപോവാ ഞാൻ. വേണ്ട നടന്നോളാം. ഇന്നത്തെ കല്യാണം കഴിഞ്ഞു. ഇന്നത്തെ കല്യാണം കഴിഞ്ഞു.